The next, performing an arithmetic or logic operation. ആദ്യത്തേത് നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? രജിസ്റ്റർ ട്രാൻസ്ഫർ ഓപ്പറേഷൻസ് ആയിരുന്നു. രണ്ടാമത്തത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പെർഫോമിങ് അരിത്തമെറ്റിക് ലോജിക് ഓപ്പറേഷൻ. ALU എന്ന് പറയുന്നത് കോമ്പിനേഷൻ സർക്യൂട്ടാണ്. ഇൻറ്റേർണൽ സ്റ്റോറേജ് ഒന്നുമില്ല നമ്മുടെ ALUവിനകത്ത്. അത് ജസ്റ്റ് ഒന്നുകിൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യും അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ALU ഗെറ്റ്സ് ദ ടു ഓപ്പറൻസ് ഫ്രം മക്സ് ആൻഡ് ദ ബസ്. ബസ്സിൽ നിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജ്, നമ്മുടെ ഇൻറ്റേർണൽ ടെമ്പററി രജിസ്റ്റേഴ്സിൽ നിന്ന് കിട്ടുന്നതാണ് ഒരെണ്ണം, ഒന്ന് നമ്മുടെ മക്സിൻ്റെ ഔട്ട്പുട്ട്. ദ റിസൾട്ട് എന്ന് പറയുന്നത് ടെമ്പററിലി സ്റ്റോർഡ് ഇൻ ദ രജിസ്റ്റർ ഇസഡ്. ALUവിനകത്ത് ഇൻറ്റേർണൽ സ്റ്റോറേജ് ഇല്ല, അപ്പോൾ കിട്ടുന്ന ഓപ്പറേഷൻ കഴിഞ്ഞ് കിട്ടുന്ന റിസൾട്ട് നമ്മൾ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇസഡ് എന്ന് പറയുന്ന രജിസ്റ്റർ. What is the sequence of operations to add the contents of register R1 to those of R2 and store the result in R3? എന്താണ് ആ ഓപ്പറേഷൻ പറഞ്ഞേക്കുന്നത്? R1ഉം R2ഉം കൂടി ആഡ് ചെയ്ത് അത് ഏതിലേക്ക് സ്റ്റോർ ചെയ്യുക? R3യിലേക്ക് സ്റ്റോർ ചെയ്യുക. അപ്പോൾ R1ഉം R2ഉം കൂടി നമുക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ, ആഡ് R1, R2 എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? എടുക്കുക. എന്നിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് R1. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് രണ്ട് രീതിയിൽ എഴുതാം. R3, R1 ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ എന്താ ചെയ്യുന്നത്? R1ഉം R2ഉം കൂടി ആഡ് ചെയ്ത് R1നകത്ത് പ്ലേസ് ചെയ്യും. രണ്ടാമത്തേത് എന്താ ചെയ്യുന്നത്? R1ഇരിക്കുന്നത് R3യിലേക്ക് മൂവ്. ഇത് ഒരൊറ്റ ഇൻസ്ട്രക്ഷനകത്തും ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ രണ്ട് ഇൻസ്ട്രക്ഷനാണ് എഴുതിയിരിക്കുന്നത്, നമുക്ക് ഒറ്റയിനകത്തും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇത് നോക്കുക. ആഡ് R1, R2, R3, R1, R2 അങ്ങനെയാണ് കേട്ടോ. R3, R1, R2. R1ഉം R2 ആഡ് ചെയ്തിട്ട് ഏതിലേക്ക് പ്ലേസ് ചെയ്യുക? R3യിലേക്ക് വെക്കുക. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വേണം? നമ്മുടെ ALUവിന് രണ്ട് ഔട്ട്പുട്ട്സ് ആണുള്ളത്. ഒന്ന് Yയും പിന്നെ ഉള്ളത് ഏതാ? കറസ്പോണ്ടിങ് നമ്മുടെ രജിസ്റ്ററിനകത്തുള്ളതാണ്, നമ്മുടെ ബസ്സിൽ നിന്ന് വരുന്നതുമാണ് നമ്മുടെ രണ്ട് ALUവിൻ്റെ ഇൻപുട്ട്സ്. അപ്പോൾ ആദ്യത്തെ രജിസ്റ്റർ എന്ന് പറയുന്നത് R1 ഔട്ട് എന്ന് പറയുമ്പോഴാണ് അത് സിസ്റ്റം ബസ്സിലേക്ക് വരിക. ദെൻ Y എന്ന് പറയുന്നത് കറക്റ്റ് ചെയ്തു. ദെൻ R2 ഔട്ട് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ രജിസ്റ്ററിൻ്റെ വാല്യൂ സിസ്റ്റം ബസ്സിലേക്ക് വരിക. Y സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? R1ഉം R2ഉം കൂടി ആഡ് ചെയ്യുക. അത് ഏത് ചെയ്യുക? ഇസഡ് എന്ന് പറയുന്നത് ഏതാ? ടെമ്പററി രജിസ്റ്ററിൻ്റെ. ഇത് 1 ആയിരിക്കുന്ന സമയത്ത് ഇതിലേക്ക് കൊടുക്കും. ദെൻ ഇസഡ് എന്ന് പറയുന്ന രജിസ്റ്ററിനകത്താണ് ഇപ്പോൾ നമ്മുടെ കണ്ടൻസ് ഇരിക്കുന്നത്. അതെവിടേക്ക് കൊടുക്കണം? R3യിലേക്ക് കൊടുക്കണം. സോ ഇസഡ് ഔട്ട് 1 ആയിരിക്കണം, R3 ഇൻ 1 ആയിരിക്കണം. അതാവുമ്പോൾ നമ്മുടെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്തു. അപ്പോൾ ആദ്യം R1 കിട്ടണം. Y in എന്ന് പറയുന്നത് നമ്മുടെ Y രജിസ്റ്റർ, അത് രണ്ടും കൂടെ Y എന്ന് പറയുന്ന രജിസ്റ്റർ ഉണ്ടെങ്കിൽ നമ്മുടെ ALUവിൻ്റെ ഒരു ഇൻപുട്ട് Y ആണ്. ഓക്കെ, അപ്പോൾ Y ഇന്നിനകത്തുള്ള സംഭവങ്ങൾ എടുക്കണം. ദെൻ R2 ഔട്ട്, സെലക്ട് Y, ഏതാണ് Y എന്നുള്ളത് സെലക്ട് ചെയ്ത് എന്ത് ചെയ്യുക? ALUവിൻ്റെ A എന്ന് പറയുന്ന വാല്യൂയിലേക്ക് കൊടുക്കുക. ദെൻ ആഡ് ചെയ്യുക, ഇസഡ് ഇൻ ചെയ്യുക, ഇസഡ് ഔട്ട്. അത് നമ്മൾ പറഞ്ഞ ആ ഫിഗറിനകത്തു നിന്നാണ് കേട്ടോ. കണ്ടോ? ഇപ്പം നമ്മൾ എടുക്കുന്ന രജിസ്റ്റേഴ്സ്, ഇപ്പോൾ ഇത് R1 എന്ന് വിചാരിക്കുക, ഇത് R3 എന്ന് വിചാരിക്കുക. നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടുന്നത്, അപ്പോൾ R1നകത്തുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് R1 ഔട്ട് ചെയ്തു. ദെൻ Yയിൽ നിന്ന് നമുക്ക് ഏത് കിട്ടും? Aയുടെ വാല്യൂ സെലക്ട് ചെയ്യുമ്പോൾ A കിട്ടും. R in എന്ന് പറയുന്നത് നമുക്ക് രജിസ്റ്റർ വഴി ഇവിടെ കിട്ടും B. ദിസ് വൺ ഇസ് R1. സോ നമുക്ക് അടുത്തത് R2 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. എന്നിട്ട് Yയും കൂടി നമ്മൾ ചേർത്ത് സെലക്ട് ചെയ്ത് ആഡ് ചെയ്ത് റിസൾട്ട് ഇസഡിൽ കൊണ്ടുവച്ചു. ഇസഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം ബസ്സിൽ കിട്ടും. അത് നേരെ കൊണ്ടുവന്ന് R3 ഇന്നിലേക്ക് പ്ലേസ് ചെയ്യും. Step 1, the output of the register R1 and the input of the register Y are enabled, causing the contents of R1 to be transferred to Y. R1ലെ കണ്ടൻസ് നേരെ Yയിലേക്ക് കൊടുക്കും. Okay, the next
The multiplexer select the signal set to Y, select Y causing the multiplexer to the gate the contents of register Y to the input of A of the ALU. ALUവിൻ്റെ ഫസ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഏതാണ്? Y ആണ്. Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണുള്ളത്? R1 ആണ്. Step 3, the contents of Z are transferred to the destination register R3. Then നമ്മളിവിടെ അഡീഷൻ ALUവിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അഡീഷൻ നടക്കും. അപ്പോൾ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ പറയണം R2 എന്ന് പറയുന്നത് ഏതിലേക്ക് വന്നു? ALUവിൻ്റെ B എന്ന് പറയുന്നു B ഇൻപുട്ടിലേക്ക് വന്നു. ALUവിൻ്റെ B ഇൻപുട്ടിലേക്ക് R2 വന്നു. A ഇൻപുട്ടിലേക്ക് R1 വന്നു. ആഡ് ചെയ്തു. ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അവിടെ പെർഫോം ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താണ് ചെയ്യുന്നത്? ഔട്ട്പുട്ട് കൊടുക്കുന്നു. അപ്പോൾ ആഡ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റെപ്പിൽ നടക്കേണ്ടുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് R2 കണ്ടൻറ്റ് ALUവിൻ്റെ B ഇൻപുട്ടിൽ വന്നതായിട്ടും ദെൻ അവിടെ അഡീഷൻ പെർഫോം ചെയ്തതായിട്ടും അത് Z എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്തതായിട്ടും സെക്കൻഡ് സ്റ്റെപ്പിൽ വരും. തേർഡ് സ്റ്റെപ്പിൽ ഇസഡിൻ്റെ കണ്ടൻസ് ഡെസ്റ്റിനേഷൻ രജിസ്റ്ററായ R3യിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, then add R1 R3 R1 R2 അതാണ് add R3, R1, R2 അതാണ് നേരത്തെ എഴുതിയത്. ആ ഫിഗർ ഔട്ട് ചെയ്ത് വരച്ചു എന്നേ ഉള്ളൂ. R1ലെ സംഭവം എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? നമ്മുടെ സിസ്റ്റം ബസ് വഴി ഇസഡിലേക്ക് വൈയിലേക്ക് വരും. വൈയിൽ നമ്മുടെ R1ൻ്റെ വാല്യൂ, ആ Y വാല്യൂ ആണ് നമ്മളിവിടെ മക്സിൻ്റെ ഒരു ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത്. ദെൻ ആ മക്സ് ആ ഒരു ഇൻപുട്ട് വാല്യൂ, അതായത് R1 വാല്യൂ ആണ് ALUവിൻ്റെ ഒരു ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത്. ദെൻ R2 എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ ഉണ്ട്. R2ൻ്റെ വാല്യൂ എന്തായിരുന്നു? അതാണ് എന്ത് ചെയ്യുന്നത്? സിസ്റ്റം ബസ് വഴി B വഴി ഇവിടെ വരുന്നത്. ദിസ് വൺ ഇസ് R2. ഓക്കെ, ദെൻ നമ്മുടെ ALU എന്ന് പറയുന്നത് അഡീഷൻ R1 + R2 പെർഫോം ചെയ്തു. കിട്ടുന്ന R1 വാല്യൂ എന്ന് പറയുന്നത് ഇസഡിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ R1ലുള്ള റിസൾട്ടാണ് ഇസഡിലിരിക്കുന്നത്. അത് നമ്മൾ സിസ്റ്റം ബസ്സിലേക്ക് കൊടുത്തു. ദെൻ നെക്സ്റ്റ് എന്താണ് ചെയ്യാൻ പറഞ്ഞത്? R3യിലേക്കാണ് അത് മൂവ് ചെയ്യേണ്ട ഔട്ട്പുട്ട്. സോ R3യിലേക്ക് സം ചെയ്തത് കിട്ടി. ഇപ്പോൾ ലെറ്റ് us assume R1-നകത്ത് 10ഉം R2-നകത്ത് 15ഉം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ R1-ലിരിക്കുന്ന 10 നമ്മുടെ Y വഴി എവിടേക്ക് വരും? A എന്ന് പറയുന്നതിനകത്ത് 10 വരും. B എന്ന് പറയുന്ന 15 നമ്മുടെ ALUവിൻ്റെ B ഇൻപുട്ടിൽ 15 വന്നു R2. ദെൻ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 25 കിട്ടും. ആ 25 എവിടേക്ക് വെക്കും? ഇസഡിൽ വെക്കും. ആ 25 ആണ് സിസ്റ്റം ബസ് വഴി R3യിലേക്ക് വരുന്നത്. അപ്പോൾ R3യിൽ സ്റ്റോർ ചെയ്യുന്ന റിസൾട്ട് 25. ഓക്കെ, ദെൻ ഫെച്ചിങ് എ വേർഡ് ഫ്രം മെമ്മറി. മൂന്നാമത്തെ ALUവിൻ്റെ ഓപ്പറേഷനാണ് ഏതാ? വേർഡ് മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യുന്നത്. ദ റെസ്പോൺസ് ടൈം ഓഫ് ഈച്ച് മെമ്മറി ആക്സസ് വേരിയസ്. ക്യാഷ് മിസ്, മെമ്മറി മാപ്ഡ് IO, ഇതൊക്കെ വഴി നമ്മുടെ മെമ്മറി ആക്സസ് ടൈം, അതിൻ്റെ റെസ്പോൺസ് ടൈം വേരി ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മെയിൻ മെമ്മറിയിൽ നിന്ന് നമുക്ക് എടുത്തുകൊണ്ട് വരുന്നതിനേക്കാൾ കുറച്ച് ടൈം മതി ക്യാഷ് മെമ്മറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത്. ഇൻ കേസ് നമ്മൾ ഈ ക്യാഷ് മെമ്മറി എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ റെസ്പോൺസ് ടൈം കുറയ്ക്കാനാണ്. അപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് മെയിൻ മെമ്മറിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ക്യാഷ് മെമ്മറി കൊണ്ട് പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് നമ്മളൊരു ഡേറ്റ എടുക്കാനുള്ളതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഒരു ഡേറ്റ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം പോകുന്നത് ക്യാഷ് മെമ്മറിയിലായിരിക്കും. ആ ക്യാഷ് മെമ്മറിയിൽ ആ ഡേറ്റ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്ത് നേരിട്ട് പ്രോസസ്സ് ചെയ്യും. അപ്പോൾ റെസ്പോൺസ് ടൈം കുറയും. ഇനി ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്ന ഡേറ്റ ക്യാഷ് മെമ്മറിക്കകത്ത് ഇല്ല എങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ക്യാഷ് മിസ് എന്ന് പറയുന്നത്. ക്യാഷ് മിസ് എന്ന് പറഞ്ഞാൽ ആ ഡേറ്റ അതിനകത്ത് ക്യാഷ് മെമ്മറിക്കകത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ നേരെ മെയിൻ മെമ്മറിയിൽ പോയിട്ട് ആ മെമ്മറിയിൽ നിന്ന് അത് ഫെച്ച് ചെയ്തുകൊണ്ട് വരണം. ഓക്കെ, അപ്പോൾ ടൈം വേരി ചെയ്യും. To accommodate this, the processor waits until it receives an indication that the requested operation has been completed. അപ്പോൾ നമ്മൾ മെമ്മറി ഒരു സാധനം നോക്കി നമ്മുടെ ക്യാഷ് മെമ്മറിയിലില്ലെങ്കിൽ അത് മെയിൻ മെമ്മറിയിൽ പോയി അത് എടുത്തുകൊണ്ട് വരുന്നത് വരെ എന്ത് ചെയ്യണം? നമ്മുടെ പ്രോസസ്സർ വെയിറ്റ് ചെയ്യണം. ഏതുവരെ? നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ കംപ്ലീറ്റ് ആകുന്നത് വരെ.
ദാറ്റ് ഫംഗ്ഷൻ ഇസ് മെമ്മറി ഫംഗ്ഷൻ കംപ്ലീറ്റഡ്. അതായത് മെമ്മറിയിൽ നിന്ന് കൊണ്ടുവരുന്ന ജോലി കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ പ്രോസസ്സറിന് കിട്ടുന്നത് വരെ പ്രോസസ്സർ വെയിറ്റ് ചെയ്യണം. ഓക്കെ. മൂവ് R1, R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1 എന്ന് പറയുന്നത് ഒരു അഡ്രസ്സ്, നമ്മുടെ R1 എന്ന് പറയുന്ന രജിസ്റ്ററിനകത്ത് ഇരിക്കുന്നത് ഒരു അഡ്രസ്സാണ്. അത് കാണിക്കുന്നതാണ്. നമ്മൾ അഡ്രസ്സിങ് മോഡ്സ് ഒക്കെ പഠിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഇതെന്താണ്, രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് സ്കീമാണ്. അപ്പോൾ ഇതിനകത്ത് R1 എന്ന് പറയുന്നത് ഒരു മെമ്മറി ലൊക്കേഷനെയാണ് നമ്മൾ പോയിന്റ് ചെയ്യുന്നത്. അതിൻ്റെ കണ്ടൻറ്റ് വേണം നമുക്ക് കിട്ടാൻ. അപ്പോൾ R1 എന്ന് പറയുന്നത് ഒരു മെമ്മറി ലൊക്കേഷനാണ്. അത് നമ്മൾ MAR രജിസ്റ്ററിലേക്ക് കൊടുക്കും. സ്റ്റാർട്ട് എ റീഡ് ഓപ്പറേഷൻ ഓൺ ദ മെമ്മറി ബസ്. ഇതെന്താണ്, ഒരു കൺട്രോൾ സിഗ്നലാണ്. റീഡ് സിഗ്നൽ എന്ന് പറയുന്നത് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ വെയിറ്റ് ഫോർ ദ MFC റെസ്പോൺസ് ഫ്രം ദ മെമ്മറി. മെമ്മറിയിൽ നിന്ന് മെമ്മറി ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയുന്ന റെസ്പോൺസ് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യും. ദെൻ ഇപ്പോൾ R1ൻ്റെ വാല്യൂ 2000 ആണെന്ന് വിചാരിക്കുക. 2000ലുള്ള വാല്യൂ എന്ന് പറയുന്നത് 10 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം ഈ 2000 എന്ന് പറയുന്നത് MARൽ പ്ലേസ് ചെയ്യുന്നു. എന്നിട്ടൊരു റീഡ് ഓപ്പറേഷൻ മെമ്മറിയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് റീഡ് കൺട്രോൾ സിഗ്നൽ പാസ് ചെയ്തിട്ട് നമ്മൾ MFCക്ക് വേണ്ടിയിട്ട് MFCയുടെ ഒരു റെസ്പോൺസ് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് ആ ഒരു 10 എന്ന് പറയുന്ന വാല്യൂ MDRൽ പ്ലേസ് ചെയ്യുന്നു. ആ MDRലിരിക്കുന്ന 10 എന്ന് പറയുന്ന ഡേറ്റയാണ് ഇതിലേക്ക് പ്ലേസ് ചെയ്യുന്നത്, R2ലേക്ക്. ഇത് നമ്മൾ എഴുതുന്നത് R2, R1 എന്നാണ് കേട്ടോ. പലയിടത്തും ഒരു ഇൻസ്ട്രക്ഷൻസിനകത്തൊരു ചെറിയ വേരിയേഷൻസ്, സീക്വൻസിനകത്ത് വ്യത്യാസം വരുന്നുണ്ട്. അതൊന്ന് നിങ്ങൾ എഴുതുമ്പോൾ കറക്റ്റ് ചെയ്ത് എഴുതിക്കൊള്ളണേ. അപ്പോൾ ഇത് R1, R2 എന്നല്ല, R2, ബ്രാക്കറ്റ് ഓഫ് R1 എന്നാണ്. ബാക്കി ഓപ്പറേഷൻസ് എല്ലാം സെയിം തന്നെയാണ്. ഇതിൻ്റെ സീക്വൻസ് ചില സ്ഥലത്ത് വ്യത്യാസം വരുന്നതാണ്. അത് ഇങ്ങനെയും നമുക്ക് എഴുതാം. പക്ഷെ നിങ്ങളിതാണെന്നുള്ളത് പിന്നീട് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ആയിരുന്നല്ലോ ടീച്ചർ ആദ്യം പറഞ്ഞത്, രണ്ടാമത് പറഞ്ഞപ്പോൾ വേറൊരു രീതിക്ക് വന്നു. രണ്ട് രീതിയിലും നമ്മൾ പറയുന്നുണ്ട്. ഒന്ന് അസംബ്ലിക്കകത്തും പറയുന്നുണ്ട്, ഒന്ന് മൈക്രോ പ്രോസസ്സറിനകത്തും പറയുന്നുണ്ട്. രണ്ടും വ്യത്യാസമായിട്ട് പറയുന്നത് കൊണ്ടാണ് നിങ്ങളൊരു രീതിക്ക് പഠിച്ചാൽ ആ രീതി തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറയുന്നത്. ഓക്കെ. ദെൻ ഫെച്ചിങ് എ വേർഡ് ഫ്രം മെമ്മറി. ഒരു മെമ്മറിയിൽ നിന്നൊരു വേർഡ് ഫെച്ച് ചെയ്യുന്നത്. അഡ്രസ് ഇൻ ടു MAR, ഇഷ്യൂ റീഡ് ഓപ്പറേഷൻ, ഡേറ്റ ഇൻ ടു MDR. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. അപ്പോൾ മെമ്മറി ഡേറ്റാ ബസ് ഉണ്ട്, ഇൻറ്റേർണൽ പ്രോസസ്സർ ബസ്. ഇതാണ് സിസ്റ്റം ബസ് എന്ന് പറയുന്നത്. മറ്റത് മെമ്മറി ബസ്സാണ്. മെമ്മറിയിലുള്ള കണ്ടൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മെമ്മറി ബസ് എന്ന് പറയുന്നത്. സോ MDR എന്ന് പറയുന്നത് ഡേറ്റ ഹോൾഡ് ചെയ്യുന്ന സാധനമാണ് MDR എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു MARൽ നമ്മൾ അഡ്രസ്സ് കൊടുത്തു, അഡ്രസ്സ് വഴി ഇവിടെ വന്നു. ഇവിടെ നിന്ന് കറസ്പോണ്ടിങ് ആ ലൊക്കേഷനിലിരിക്കുന്ന ഡേറ്റ എടുത്ത് മെമ്മറിയുടെ ഡേറ്റ ബസ് വഴി കറസ്പോണ്ടിങ് എന്ത് ചെയ്യും, MDRനകത്ത് പ്ലേസ് ചെയ്യുന്നുണ്ട്. ദെൻ MDRലിരിക്കുന്ന ഡേറ്റ തിരിച്ച് നമ്മുടെ പ്രോസസ്സർ ബസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ മെമ്മറിയിൽ നിന്ന് എടുക്കുന്ന ഫ്ലോ എന്ന് പറയുന്നത് ഈ രീതിക്കായിരിക്കും. ഒരു മിനിറ്റ്. മെമ്മറിയിൽ നിന്ന് നമ്മളൊരു ഡേറ്റ വേർഡ് എടുക്കുകയാണെങ്കിൽ അവിടെ നടക്കുന്ന കാര്യമാണ്. മെമ്മറിയിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ നമ്മൾ കൊണ്ടുവന്ന് ഈ രീതിക്ക് MDRൽ പ്ലേസ് ചെയ്തു. MDRൽ നിന്ന് പ്രോസസ്സറിലേക്ക് വന്നു. ഇത് റീഡിന് വേണ്ടിയിട്ടുള്ളതാണ്, മെമ്മറിയിൽ നിന്നുള്ള റീഡിന് വേണ്ടിയിട്ട്. ദെൻ റൈറ്റ് ചെയ്യാനാണെങ്കിലോ മെമ്മറിയിലേക്ക് ഒരു ഡേറ്റ, പ്രോസസ്സറിൽ നിന്ന് കിട്ടിയ ഒരു ഡേറ്റ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രോസസ്സറിൽ നിന്ന് MDRൽ കൊണ്ടുവച്ചു. MDRൽ നിന്ന് അതെന്ത് ചെയ്യും, മെമ്മറിയിലേക്ക് സേവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതെന്താണ്, റൈറ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ഓപ്പറേഷൻ മാത്രമല്ല, റീഡിങ് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്, റൈറ്റിംഗ് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ഏതാണ് ഓപ്പറേഷൻ എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കും. ഓക്കെ. അപ്പോൾ മൂവ് R2, R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1 ഒരു മെമ്മറി അഡ്രസ്സാണ്. അതെന്ത് ചെയ്യും, MARലേക്ക് കൊടുക്കും. എന്നിട്ട് റീഡ് കൺട്രോൾ സിഗ്നൽ പാസ് ചെയ്യും. എന്നിട്ട് MDRനകത്ത് നിന്ന്, അതായത് മെമ്മറിയിൽ നിന്ന് ആ സംഭവം MDRലേക്ക് കൊണ്ടുവെക്കണം. എന്നിട്ട് വെയിറ്റ് ഫോർ മെമ്മറി കംപ്ലീറ്റ് ആവുന്നതുവരെ, ഫങ്ഷൻ കംപ്ലീറ്റ് ആവുന്നതുവരെ വെയിറ്റ് ചെയ്യുക. MDRൽ കിട്ടിയ സാധനം MDR ഔട്ട് വഴി R2 ഇൻ എന്ന് പറയുന്ന രജിസ്റ്ററിൽ കൊണ്ടുവെക്കാം. WMFC എന്ന് പറഞ്ഞാൽ is the control signal that causes the processor's control circuitry
ടു വെയിറ്റ് ഫോർ ദ അറൈവൽ ഓഫ് MFC സിഗ്നൽ. MFC സിഗ്നൽ തിരിച്ച് കിട്ടുന്നത് വരെ, ഇപ്പോൾ നമ്മൾ മെമ്മറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതിന് സമയമെടുക്കും. അപ്പോൾ മെമ്മറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് പോയി തിരിച്ച് വരുന്നത് വരെ എന്ത് ചെയ്യണം, പ്രോസസ്സർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് WMFC സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇതാണ് ടൈമിംഗ് എന്ന് പറയുന്നത്. അസ്യൂം MAR is always available on the address lines of memory bus. മെമ്മറി ബസ്സിൻ്റെ അഡ്രസ് ലൈൻസിനകത്ത് എപ്പോഴും MAR അഡ്രസ്സ് എന്ന് പറയുന്നത് ഉണ്ട് എന്ന് വിചാരിക്കുക. ക്ലോക്കാണ്. ദെൻ MAR എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമിൽ നമ്മൾ കൊടുക്കുന്ന ടൈമിൽ കുറച്ച് നേരം അത് ആ അഡ്രസ്സ് ഉണ്ട്, ആ അഡ്രസ്സ് ആക്റ്റീവാണ്. ഓക്കെ, ആ ടൈമിനകത്ത് ആ ഒരു 1 സെക്കൻഡ്സിനകത്ത് വെച്ച് നമുക്ക് ആ അഡ്രസ്സ് കിട്ടി. ആ അഡ്രസ്സ് നമുക്ക് അത്രയും നേരവും ആക്റ്റീവാണ്. ആ ആകുന്ന സമയത്ത് നമ്മൾ ആ ഡേറ്റ അവിടെ നിന്ന് റീഡ് ചെയ്യുന്നു. റീഡ് ചെയ്തിട്ട് അടുത്തത് ചെയ്യുന്നത് എന്താണ്, റീഡ് ചെയ്ത ഡേറ്റ നമ്മുടെ റീഡ് ചെയ്തത് അടുത്തത് MDR in E എന്ന് പറയുന്ന സർക്യൂട്ടറി വഴി ഇവിടെ വരണം. സോ ആ സമയത്ത് അതുവരെ ഇനാക്റ്റീവ് ആയിരുന്ന സംഭവം അപ്പോഴും നമുക്ക് ആക്റ്റീവ് ആവും. ഔട്ട്പുട്ട് ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡേറ്റ കൊടുക്കാൻ പറ്റുള്ളൂ. ദെൻ നമ്മൾ അതിൽ നിന്ന് ഡേറ്റ കൊടുത്ത് MFC സിഗ്നൽസ്, അതായത് അതുവരെ വെയിറ്റ് ചെയ്യുക. ഇത് വെയിറ്റിംഗ് സ്റ്റേജ് ആണ്, ഇതുവരെയുള്ളത് വെയിറ്റിംഗ് സ്റ്റേജ് ആണ്. ആ സിഗ്നൽ നമ്മുടെ പ്രോസസ്സറിന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മെമ്മറി ഫങ്ഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. പ്രോസസ്സറിന് എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ ഓപ്പറേഷൻസ് റെസ്യൂം ചെയ്ത് ബാക്കി ചെയ്യാൻ പറ്റും. MDRൽ കിട്ടിയിരിക്കുന്ന സാധനം അടുത്ത് എവിടേക്ക് കൊടുക്കണം, R2 എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് കൊടുക്കണം. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടൈമിംഗ് കാണിക്കുന്നത് ആദ്യത്തെ കുറച്ച് നേരം അഡ്രസ്സാണ് നമുക്ക് ഹൈ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ അഡ്രസ്സിലിരിക്കുന്ന സാധനം കണ്ടുപിടിച്ച് പിന്നെ അത് എടുക്കുമ്പോൾ അഡ്രസ് പോർഷൻ നമുക്ക് ആവശ്യം വരുന്നില്ല, പിന്നെ ഡേറ്റ പോർഷൻസ് മാത്രമേ നമുക്ക് ആവശ്യം വരും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ 1 സെക്കൻഡ്സ് 2 സെക്കൻഡ്സ് 3 സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 1 സെക്കൻഡ്സ് നമ്മുടെ അഡ്രസ് ബസ്സിനകത്ത് അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ്സ് വെച്ച് മെമ്മറിക്കകത്ത് ഏതാണോ സെർച്ച് ചെയ്യാൻ പോകുന്ന ആ സംഭവങ്ങൾ നമ്മൾ എടുക്കുക. അതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത 2 സെക്കൻഡ്സിൽ നമുക്ക് അഡ്രസ്സ് അല്ല, ആ അഡ്രസ്സിലിരിക്കുന്ന ഡേറ്റയാണ് കിട്ടുന്നത്. അതിനെ കറസ്പോണ്ടിങ് നമ്മൾ എന്ത് ചെയ്യണം, MDRൽ പ്ലേസ് ചെയ്യണം. ഡേറ്റ ബസ് വഴി MDRൽ പ്ലേസ് ചെയ്യുന്നു. അടുത്ത സെക്കൻഡ്സിൽ ആ ഡേറ്റ എവിടെയാണ്, നമ്മുടെ MDRൽ ഇരിക്കുന്നതിനെ R2 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് കൊണ്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മുടെ എക്സിക്യൂഷൻ നടക്കുന്നത്. ദെൻ നാലാമത്തത് സ്റ്റോറിങ് എ വേർഡ്. ആ സ്റ്റോറിങ് ആണ് ഞാൻ നേരത്തെ കാണിച്ചത്. ആ ഫിഗറിനകത്ത് നമ്മൾ റീഡിങ് പറഞ്ഞ സമയത്ത് റൈറ്റിംഗ് കൂടെ പറഞ്ഞു. പ്രോസസ്സറിൽ നിന്ന് MDRൻ്റെ ഇന്ന് വഴി വന്നു. MDR ഇന്നിൽ നിന്ന് നേരെ എന്ത് ചെയ്യുക, മെമ്മറി ബസ് വഴി മെമ്മറിയിലേക്ക് കൊണ്ടുവന്ന് സേവ് ചെയ്യുക. ഓക്കെ, R1 ഔട്ട് ചെയ്യുക, MARൽ കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, R2 ഔട്ട് ചെയ്യുക, MDR വഴി റൈറ്റ് ചെയ്യുക, MDR ഔട്ട്. R1 ഇതിനകത്ത് നമ്മൾ അഡ്രസ്സാണുള്ളത്, ആ അഡ്രസ്സ് ഇതിനകത്ത് കൊടുക്കുന്നു. ഡേറ്റ എന്ന് പറയുന്നത് MDRനകത്ത് കൊടുക്കുന്നു, റൈറ്റ് ആണ് കൊടുക്കുന്നത്. അതെടുത്ത് നമ്മുടെ കറസ്പോണ്ടിങ് മെമ്മറി ഡേറ്റ ബസ്സിനകത്ത് പ്ലേസ് ചെയ്യുന്നു. ദെൻ വെയിറ്റ് ഫോർ ചെയ്യുന്നു. ദെൻ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് പ്രോസസ്സറിന് അതിൻ്റെ അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ദെൻ ആഡിങ് ആൻ ഇൻ്റർമീഡിയറ്റ് ഓപ്പറാൻഡ്. ഇമ്മീഡിയറ്റ് ഓപ്പറാൻഡ് എന്ന് പറഞ്ഞാൽ ഹാഷ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഇമ്മീഡിയറ്റ്. അതായത് നമുക്ക് പിന്നെ ആ ഡേറ്റ മെമ്മറിയിൽ നിന്നോ രജിസ്റ്ററിൽ നിന്നോ ഒന്നും എടുക്കേണ്ട, ഇൻസ്ട്രക്ഷനകത്ത് തന്നെ ഒരു ഡേറ്റ തന്നിട്ടുണ്ട്. നമ്മൾ എഴുതുമ്പോൾ ആഡ് R1, #30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1നകത്ത് എന്തെങ്കിലും കണ്ടൻസ് ഉണ്ടെങ്കിൽ ആ കണ്ടൻറ്റ് പ്ലസ് R1നകത്തുള്ള കണ്ടൻറ്റ് പ്ലസ് 30 ആഡ് ചെയ്തിട്ട് R1നകത്ത് പ്ലേസ് ചെയ്യും. ഇമ്മീഡിയറ്റ് ഫീൽഡ് ഓഫ് IR ഔട്ട് Y R1 ഔട്ട് സെലക്ട് Y ആഡ് ചെയ്തു Z-ലേക്ക് പ്ലേസ് ചെയ്യും. ഒരു ഡേറ്റ എന്തായിരിക്കും, R0 ആയിരിക്കും. അടുത്ത ഡേറ്റ എന്ന് പറയുന്ന R1 രജിസ്റ്ററിനകത്തുള്ള വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു രജിസ്റ്റർ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, നോക്കുന്നുള്ളൂ. മറ്റത് ഓൾറെഡി എന്തായിരിക്കും, 30 ആയിരിക്കും. അതാണ് ഇമ്മീഡിയറ്റ്. ദ എക്സിക്യൂഷൻ ഓഫ് എ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ ആഡ് R3, R1 ആണെങ്കിൽ ആദ്യം ഫെച്ച് ചെയ്യുക, എന്നിട്ട് ഫസ്റ്റ് ഓപ്പറാൻഡ് എടുക്കുക. ദെൻ സെക്കൻഡ് ഓപ്പറാൻഡ് ഒന്ന് മെമ്മറിയിലും ഒന്ന് രജിസ്റ്ററിലും അകത്തുള്ളതാണ്. രജിസ്റ്ററിനകത്ത് വേണ്ടിയിട്ട് നമുക്ക് വേറെങ്ങും പോകണ്ട, അത് പ്രോസസ്സറിനകത്ത് തന്നെ ഉള്ള കാര്യമാണ്. മെമ്മറിയിലുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ മെമ്മറി ലൊക്കേഷനിൽ നിന്ന് R3യുടെ കണ്ടൻസ് എടുത്തുകൊണ്ട് വരിക, അഡീഷൻ പെർഫോം ചെയ്യുക, റിസൾട്ട് ലോഡ് ചെയ്യുക.
R3 എന്ന് പറയുന്നത് ഒരു മെമ്മറി ലൊക്കേഷനെ ഹോൾഡ് ചെയ്യുന്നതാണ്. അവിടെ നിന്ന് ഡേറ്റ എടുത്തുകൊണ്ട് വരിക, ആ ഡേറ്റയും R1 കണ്ടൻറ്റും തമ്മിൽ ആഡ് ചെയ്യുക, റിസൾട്ട് R1-നകത്ത് പ്ലേസ് ചെയ്യുക. ഇതാണ് കൺട്രോൾ സീക്വൻസ്, എക്സിക്യൂഷൻ ഓഫ് എ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആഡ് R1, R3. ആദ്യം R3 എന്ന് പറയുന്നത് ഒരു മെമ്മറി ലൊക്കേഷനാണ്. അപ്പോൾ അത് പ്രോഗ്രാം കൗണ്ടറിലേക്ക് കൊടുക്കുക ആ അഡ്രസ്സ്, എന്നിട്ട് അത് MARലേക്ക് കൊടുക്കുക, ഒരു റീഡ് സിഗ്നൽ കൊടുക്കുക, സെലക്ട് 4 ടു ആഡ്, പ്രോഗ്രാം കൗണ്ടർ വാല്യൂ ചേഞ്ച് ചെയ്തു, ZNലേക്ക് അത് കൊണ്ടുവന്ന് വെച്ചു. ഇത് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാനുള്ളത്. സോ Z ഔട്ട് ചെയ്തു, പ്രോഗ്രാം കൗണ്ടർ ഇൻ ചെയ്തു. Yയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഒരു മെമ്മറി റീഡാണ്. മെമ്മറി റീഡ് ചെയ്ത് കിട്ടുന്നത് നമുക്കൊരു ഇൻസ്ട്രക്ഷനാണ്. ആ ഇൻസ്ട്രക്ഷൻ നമ്മൾ IRNൽ കൊണ്ടുവച്ചു. ദെൻ R3 ഔട്ട് ചെയ്തു. R3 ഔട്ട് എന്ന് പറയുന്നത് വേറൊരു അഡ്രസ്സ്, അത് നമ്മുടെ ഫസ്റ്റ് ഓപ്പറാൻഡിൻ്റെ അഡ്രസ്സാണ്. ഇത് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സാണ് PC ഹോൾഡ് ചെയ്യുന്നത്. അത് നമ്മൾ ചെന്ന് അതേപോലെ മെമ്മറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് IRNൽ വച്ചാൽ ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഇവിടെയാണ് ആഡ് കിട്ടുന്നത്. ഓക്കെ, അടുത്ത നാലാമത്തെ ഇൻസ്ട്രക്ഷനിൽ R3 എന്ന് പറയുന്നത് ആദ്യത്തെ ഓപ്പറാൻഡ്, അതൊരു മെമ്മറി ലൊക്കേഷനിൽ ഇരിക്കുന്നത് കൊണ്ട് അത് പോയി എടുത്തുകൊണ്ട് വരിക. ദെൻ രണ്ടാമത്തത് ഓൾറെഡി R1 എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ ഉണ്ട്, നമുക്ക് ആഡ് ചെയ്താൽ മതി. ആഡ് എന്ന് പറയുന്നത് ALUവിൻ്റെ B'ക്കകത്ത് R1 ഉണ്ട്, Aക്കകത്ത് നിന്ന് നമുക്കിപ്പോൾ സെലക്ട് ചെയ്ത മെമ്മറി അഡ്രസ്സിൽ നിന്ന് കിട്ടിയ സാധനം കിട്ടും. ദെൻ ആഡ് ചെയ്യുക, റിസൾട്ട് R1-നകത്ത് പ്ലേസ് ചെയ്യുക. ഏതാണ് ഇവിടെ നടക്കുന്നത്? ആദ്യം R1-ൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഏതാണോ ആ കറസ്പോണ്ടിങ് വാല്യൂസ് നമ്മൾ ഒന്നുകിൽ Aയിൽ അല്ലെങ്കിൽ Bയിൽ, അത് ഏതാണോ കിട്ടുന്നതനുസരിച്ച് നമ്മൾ മെമ്മറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതാണ് Yയിൽ കൊടുക്കുന്നതെങ്കിൽ അതായിരിക്കും Aയിൽ കിട്ടുക. അല്ല R1 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ R1 ആയിരിക്കും കിട്ടുക. ഓക്കെ, കറസ്പോണ്ടിങ് അതനുസരിച്ചുള്ളത്. അപ്പോൾ ഇപ്പോഴും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് നമ്മുടെ മെമ്മറി ലൊക്കേഷൻ റെഫർ ചെയ്ത് കിട്ടുന്നത് തന്നെ നമ്മൾ എഴുതുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് R3-യും ദിസ് വൺ ഇസ് R1. ദെൻ ആഡ് ചെയ്ത് രണ്ടും കൂടി ചേർത്ത് R1-ൽ തന്നെ റിസൾട്ട് കിട്ടും. അത് Z എന്ന് പറയുന്ന ടെമ്പററി രജിസ്റ്ററിൽ വെക്കും. കുറച്ചൊന്ന് ശ്രദ്ധിച്ചാലേ നമ്മുടെ ഇൻസ്ട്രക്ഷൻ്റെ ആ ഫ്ലോ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ.